അക്കാദമി ഹാളിലേക്ക് മൃതദേഹം കൊണ്ടുപോകുകയാണ്. അവിടെ 2 മണിക്കൂർ സമയമാണ് അവിടെയും പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. പക്ഷേ നേരത്തെ നിശ്ചയിച്ചിൽ നിന്നും അരമണിക്കൂർ അധികം സമയം ഇവിടെ വീട്ടിൽ എത്തിക്കേണ്ടി വന്നിട്ടുണ്ട്. 2 മണിക്കൂർ സമയം സംഗീത നാടക അക്കാദമി ഹാളിലും അതിനുശേഷം അവിടെ എത്തുന്ന ആളുകൾക്കെല്ലാം കാണാനുള്ള അവസരം കാണാനുള്ള അവസരം ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് നേരത്തെ മന്ത്രി കെ രാജനും മുൻ മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെയുള്ള ആളുകളും വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നീട് അദ്ദേഹത്തിന് നേരത്തെ താമസിച്ചിരുന്ന സീതാറാം മിൽസിന് സമീപമുള്ള ഫ്ളാറ്റിലും അല്പസമയം അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം അവിടെ എത്തിക്കും. അതിനുശേഷം വീണ്ടും പൂങ്കുന്നത്തെ ഈ മന്നത്ത് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ ഇവിടെ നിന്നും പൂങ്കുന്നത്ത് നിന്നും ബന്ധുക്കളും അതോടൊപ്പം അയൽവാസികളുമെല്ലാം അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇനി സംഗീത നാടക അക്കാദമി ഹാളിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കൊണ്ടുപോകുന്നത്. നിരവധി ആളുകളാണ് രാവിലെ തന്നെ അദ്ദേഹത്തിനായി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിനായി ഇവിടെ എത്തിയിട്ടുള്ളത്. ശ്രീകുമാരൻ തമ്പി, അതോടൊപ്പം തന്നെ കലാമണ്ഡലം ഗോപി ആശാൻ ഉൾപ്പെടെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ എത്തിയിരുന്നു. മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ, കെ രാജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരെല്ലാം തന്നെ എല്ലാവർക്കും ഒരേ കാര്യം തന്നെയാണ് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ ഭാവഗായകൻ എന്ന അർത്ഥത്തിൽ എല്ലാ തരത്തിലുള്ള എല്ലാ രസങ്ങളെയും പാട്ടിലൂടെ പറഞ്ഞ് അല്ലെങ്കിൽ ആളുകളെ ആസ്വാദനത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുപോയ ഒരു ഗായകൻ തന്നെയാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. കലാമണ്ഡലം ഗോപി ആശാനെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിനെ ഗോപി ആശാനെ ഒരു ജ്യേഷ്ഠനായാണ് ജയചന്ദ്രൻ കണ്ടത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അവരുടെ ഓരോ കൂടിക്കാഴ്ചകളിലും അത്രയേറെ സൗഹൃദം ഉണ്ടായിരുന്നു. അതുകൊണ്ടുകൂടിയാണ് അദ്ദേഹം അവശതകളെല്ലാം മറന്ന് ജയചന്ദ്രനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വി എം സുധീരൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ഇവിടെ വീട്ടിലേക്ക് വന്ന് അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്നും നേരെ തൃശ്ശൂരിലുള്ള സംഗീത നാടക അക്കാദമി ഹാളിലേക്ക് കൊണ്ടുപോകുകയാണ്. അവിടെ 2 മണിക്കൂർ സമയമാണ് അവിടെ പൊതുദർശനം ക്രമീകരിച്ചിട്ടുള്ളത്. അതിനുശേഷം അദ്ദേഹം താമസിച്ചിരുന്ന ഫ്ളാറ്റിലേക്ക് അവിടെയും അല്പസമയം കൂടി അവിടെ പൊതുദർശനം വെക്കും. പക്ഷേ അത് ശരി. എന്തായാലും ഇപ്പോൾ പൂങ്കുന്നത്തെ വീട്ടിൽ നിന്നും മൃതദേഹം സംഗീത നാടക അക്കാദമിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ശേഷം പൊതുദർശനം അവിടെയായിരിക്കും. ഏകദേശം 12 മണി വരെയാണ് അവിടെ പൊതുദർശനം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് പ്രസാദ് ഉടുമ്പശ്ശേരി.